പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാതാവിന് സമർപ്പണ ജപം. ത്രിലോക രാജസ്ത്രീയെ, നിന്റെ തിരുക്കുമാരന് എന്നെ നീ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ദോഷഗുണങ്ങളും എനിക്കുള്ള ആവശ്യങ്ങളും നീ വേണ്ടും വണ്ണം അറിഞ്ഞിരിക്കുന്നു. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. 15 മുതലുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹാ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ഏറ്റവും ചെറിയൊരു അവയവമാണ് നമ്മുടെ ശരീരത്തിലെ നാവ് എന്ന് പറയുന്നത്. ആ നാവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിന് ആദ്യം തന്നെ പറഞ്ഞു, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുന്നത് പോലെ, അതിന് കടിഞ്ഞാണിടുമ്പോൾ അതിന് ശരീരം മുഴുവനെയും നിയന്ത്രിക്കുന്നത് പോലെയാണ്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആ കപ്പിത്താൻ അതിനെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച്, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവസ്നേഹം മറന്നിടലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, ആവേ മരിയ മീഡിയ UAE അവതരിപ്പിക്കുന്ന പെനുവേലിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം.